ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ ഈ ജൂലൈ 2024 ഏതാണ് നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു ഐഫോൺ. ഇപ്പം ഞാൻ ഐഫോൺ വാങ്ങിക്കാൻ റെക്കമെൻഡോ സംഭവം ചെയ്യുന്നതല്ല. നിങ്ങളൊരു ഐഫോൺ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോണാണ് ബെസ്റ്റ്. അപ്പോൾ ഞാൻ എന്തായാലും കണ്ണും പൂട്ടി പറയുള്ളൂ ഐഫോൺ 15 തന്നെയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതും ഐഫോൺ 15 തന്നെയാണ്. ഇതിൻ്റെ 256 GB മോഡലാണ്. ഇത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഞാനത് കേസ് ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കേസ് കൂടി കാണിച്ചു തരാം. ഇവരുടെ ബാക്കി കളറുകളൊന്നും എനിക്ക് തീരെ പെടുത്തില്ല കേട്ടോ. ഇവരുടെ ഈ പ്രാവശ്യത്തെ എന്താ പറയുക കളേഴ്സൊക്കെ വൻ ബോറാണ്, എക്സെപ്റ്റ് ഈ ബ്ലാക്ക്. ഈ ബ്ലാക്കിലായാലും ഈ ലോഗോ ഒന്നും അങ്ങനെ കാണില്ല, ലോഗോ ബ്ലാക്ക് ആണ്, അതാണ് കുഴപ്പം. പക്ഷെ ഇത് മാറ്റ് ഫിനിഷ് ആണ്, അതാണ് വൺ ഓഫ് ദ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഐഫോൺ 13 നിന്ന് 15 എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഐഫോൺ 13 എനിക്ക് ആഫ്റ്റർ അപ്ഡേറ്റ് നമുക്ക് ഡിസ്പ്ലേ ഇഷ്യൂ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, 1.5 കൊല്ലം അതിൻ്റെ ഒന്ന് വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ അതിൻ്റെ പിന്നാലെ പോകണം നമുക്ക്. പക്ഷേ നല്ലൊരു ഡീല് നമുക്ക് എക്സ്ചേഞ്ച് പ്രൈസ് ആയിട്ട് കിട്ടിയപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ പരിപാടിയൊന്നും പിടിക്കേണ്ടി പോയപ്പോൾ നമ്മളത് മാറ്റിയെടുത്താണെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ പ്രൈമറി ഫോണായ സാധനം. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ കുറേ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ രക്ഷയില്ല, മറ്റേതാകുമ്പോൾ നമ്മൾ എന്നും ബാക്കപ്പും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇഷ്യൂ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോൾ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 70ൻ്റെ താഴെ നമുക്ക് ഈ സാധനം ബേസ് വരുന്നുണ്ട്. 128 GB നമുക്ക് ഐഫോൺ 15 കിട്ടുന്നുണ്ട്. ഐഫോൺ 15 പ്രോ മാക്സ് പ്ലസ് ആയാലും ഓവർ പ്രൈസ്ഡ് ആണ്. ഇതൊന്നും ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ ഡിസ്പ്ലേ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഐഫോൺ 14 പ്ലസിലേക്ക് പോകേണ്ടി വരും. എന്ന് വെച്ചാൽ ഐഫോൺ 15 പ്ലസ് വലിയ റേറ്റ് ഡിഫറൻസ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. പ്ലസിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. ഐഫോൺ 15 ആയാലും ഐഫോൺ 15 പ്ലസ് ആയാലും കുഴപ്പമില്ല എന്ന് പറയാം. ഈ പ്രോവും പ്രോ മാക്സിലേക്കൊന്നും പോകരുതിട്ടാ. ഒരു എന്താ പറയാ, ഈ കാശ് കുന്നുകൂടിയിട്ട് കളയാൻ എവിടെയുള്ള സ്ഥലം നോക്കി നടക്കുന്ന ആൾക്കാരില്ല, അങ്ങനത്തെ ആൾക്കാർക്ക് വാങ്ങിക്കാനുള്ള ഒരു സാധനമാണ്. അല്ലാണ്ട് ഒരു ബെനിഫിറ്റ് ആ സാധനത്തിലില്ല. ക്യാമറ പെർഫോമൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് അതിലൊരു സൂമിങ് എക്സ്ട്രാ ഒരു ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്നില്ലാണ്ട് ആ സാധനത്തിൽ ഒരു കുന്തുമില്ല. പിന്നെ പോരാത്തതിന് ഒരു കൂതറ ഈ പണ്ടത്തെ നമ്മുടെ ഈ എന്താ പറയാ ഇത് സ്ലൈഡിങ് അലേർട്ട് സ്ലൈഡ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ആക്ഷൻ ബട്ടൺ തനി ഒരു എന്താ പറയാ ലൂസ്, വൺ ഓഫ് ദ മെയിൻ ലൂസർ ഫെസിലിറ്റി എന്ന് തന്നെ പറയുക, അല്ലെങ്കിൽ ഫീച്ചർ തന്നെ പറയേണ്ടി വരും. അത്ര എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സാധനം കേട്ടോ. ഇനിയിപ്പോൾ പുതിയ ഐഫോൺ 16 ഒരു എക്സ്ട്രാ കൂടെ ബട്ടൺ കൂടി വരാൻ പോകുന്നുണ്ട്, ക്യാപ്ചർ ബട്ടണായിട്ട്. അത് പിന്നെയും കുഴപ്പമില്ല, നമുക്ക് ക്യാമറയ്ക്ക് ഉപയോഗിക്കാമല്ലോ. പക്ഷെ ഇത് തനി വേസ്റ്റ് സാധനം കേട്ടോ. ഈ സാധനം തന്നെയാണ് ധാരാളം. പിന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ നമുക്ക് റിഫ്രഷ് റേറ്റ് കൂടി വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നോക്കി വരുമ്പോഴേ ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസ് ഒക്കെയാണ് ഡിഫറൻസ് വരുന്നത്. നിങ്ങൾക്ക് കാശ് കളയാൻ അത്രയ്ക്ക് കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ മാത്രം ഐഫോൺ 15 പ്രോയിലേക്കൊക്കെ പോയാൽ മതിയിട്ട്. ചുമ്മാ ഈ ലോഗോ കാണിക്കുന്നൊന്നും ആരും പോയി വാങ്ങിക്കല്ലേ. ഇതിനൊരു വാല്യൂ ഇല്ല. ഇപ്പോൾ അത് വേറെ കാര്യം. ഇതിന് റീസെൽ വാല്യൂ പോലും ഇപ്പം മര്യാദയ്ക്കില്ല. ഞാൻ ഐഫോൺ 13 വിറ്റൊക്കെ കഥയൊക്കെ നമ്മൾ ഐഫോൺ 15 ഇതിന് അൺബോക്സിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ മെയിൻ ചാനലിൽ. അപ്പോൾ അത് പോയി കാണാത്തൊരു പോയി കണ്ടു നോക്കാട്ടാ. 10 പൈസയുടെ റീസെൽ വാല്യൂ ഇപ്പോൾ ഐഫോണിന് ഇല്ല കേട്ടാ. അത് വിചാരിച്ചിട്ട് ആരും ഇതിന്റെ ഹൈ എൻഡ് സാധനം ഈ ലോഗോ കാണിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാനൊന്നും പോകണ്ട. പകുതി പേര് ഇന്ത്യയിൽ ഒരു 80-70% ഐഫോൺ 15 പ്രോ മാക്സും 1.5 ലക്ഷം രൂപയ്ക്കാണ് വില. എന്താ പറയാ, ഒരു കൊല്ലം ചത്ത് പണിയെടുത്ത കാശൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ EMI വാങ്ങിക്കുന്നത്. എന്തുമാരും നഷ്ടം അറിയാം സാധനത്തിന് നിങ്ങൾക്ക് വരുന്നത്. അതിന്റെ ഒരു ഉപയോഗം അതിന് കിട്ടുന്നില്ല. ഇത് ഇപ്പോൾ ഈ ഐഫോൺ ഇപ്പോൾ നിങ്ങൾ കുറെ സൈറ്റിൽ തന്നെ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. കുറെ സൈറ്റിലും കുറെ യൂട്യൂബ് ചാനലും ഇപ്പോൾ ഫോറിൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനലൊക്കെ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട് ഈ ഐഫോൺ 15 സീരീസിൽ ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐഫോൺ 15 തന്നെയാണ്. എന്നുവെച്ചാൽ അത് അതിന്റെ മറ്റേ ഐഫോൺ 15 പ്രോ കൂടെ ആയിക്കോട്ടെ, അതിന് 1.5 ലക്ഷം സംതിങ് വരുന്നുണ്ട്. ആ ഒരു എന്താ പറയാ, ഓൾമോസ്റ്റ് ഇതിനൊരു 60-65 വിചാരിക്കുക. മറ്റേത് ഓൾമോസ്റ്റ് ഡബിളിന്റെ അപ്പുറമാണ്. 60-70 രൂപയുടെ ഡിഫറൻസാണ് വരുന്നത്. എന്തിനും ഒരു എക്സ്ട്രാ ലെൻസിനും റിഫ്രഷ് റേറ്റിനും. പിന്നെന്താ, അതിൽ പ്രൊസസർ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇതിൽ തന്നെ 13ത്തെ പ്രൊസസർ തന്നെ ധാരാളമായിരുന്നു. പിന്നെ അതിപ്പോൾ ഉണ്ടാക്കാനൊന്നും ഇല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ ഇന്റലിജൻസ് കിട്ടും. ഒരു തല്ലിപ്പൊളി ആയിരിക്കും, ഉറപ്പാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ സാംസങ് ഗാലക്സി അതിൽ വന്ന അതേ ഫീച്ചേഴ്സ് ഒക്കെ അതിൽ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടൊന്നും ഈ 12,000 പോയി വാങ്ങിക്കരുതിട്ട് 1.5 ലക്ഷം രൂപ ഒന്നും കൊടുത്തിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ കാശ് ഒന്നും കൂടി എവിടെയാ കളയാൻ നോക്കി നടക്കുന്ന ആൾക്കാണെങ്കിൽ വാങ്ങിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തവരുടെ കാര്യം ഞാൻ പറയണത് എന്ന് വെച്ചാൽ അതിന് തരുന്ന 10 പൈസയുടെ വാല്യൂ ഫോർ മണി ഒരു ഐഫോൺ 15 പ്രോ മാക്സ് ഒന്നും തരുന്നില്ല. അതും ആ പ്രോ മാക്സ് എന്നെല്ലാം പറയുന്നത് ഇപ്പോൾ സാംസങ് ഗാലക്സി 24 അൾട്രയിലും 1.5 ലക്ഷത്തിന്റെ ഫോണുള്ള കാര്യം ഞാൻ പറഞ്ഞു. 1 ലക്ഷത്തിന്റെ മുകളിൽ ഫോൺ വാങ്ങിക്കുന്നത് 1 ലക്ഷം അല്ല, 50,000 മുകളിൽ വാങ്ങിക്കുന്നത് തന്നെ വൻ നഷ്ടമാണ്.
സത്യം പറഞ്ഞാൽ. അത് ഒന്നല്ല, ഞാൻ എക്സ്ട്രീം ഇതിലേക്ക് പറയണത് 1,00,000 മുകളിലൊന്നും ആരും ഫോൺ പോയി വാങ്ങിക്കരുത്, എക്സെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ് കിട്ടാം. അപ്പോൾ നമുക്കൊരു നിങ്ങൾക്ക് നോർമൽ ആയിട്ടൊരു യൂസ് ചെയ്യാനുള്ള ഒരു ഐഫോൺ ആണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിച്ചാൽ മതി, സാധാ സാധനം. ഇപ്പൊ 13 ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല എന്ന് വെച്ചാൽ ഓൾറെഡി അത് 2-3 കൊല്ലം പഴയതായിപ്പോ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് വരാൻ പോകണം, iOS 18 വരാൻ പോകണം. അപ്പോൾ എന്തായാലും അതിൽ ചെറിയൊരു ഡിഫറൻസ് എന്തായാലും ഉണ്ടായിരിക്കും. നമ്മുടെ സാംസങ് ഗാലക്സി AI ഇറങ്ങിയ പോലെ S23 വന്നപ്പോൾ ഒരു 98% ഗാലക്സി AI വന്നിട്ടുണ്ടായിരുന്നു. S22 വന്നപ്പോൾ അതൊരു 80%. 21 സീരീസിലേക്ക് വന്നപ്പോൾ അതൊരു 50%. അങ്ങനെ ഡിഫറൻസ് എന്തായാലും വരാണ്ടിരിക്കാൻ സാധ്യതയില്ല നല്ലത് സാധ്യതയുണ്ട്. അപ്പോൾ മറക്കണ്ട കേട്ടാ, iPhone 14 വാങ്ങിക്കാണ്ട് നമ്മൾ 13 വാങ്ങിക്കാം, ചെറു ഡിഫറൻസ് ഇല്ല, രണ്ടും സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 50,000 രൂപ മാക്സിമം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ iPhone 13 തന്നെ രക്ഷയുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് iPhone 13-ഉം 15-ഉം ഡിഫറൻസ് പറയുന്നത് നമുക്കിപ്പോൾ ഓഫറിലും അതുപോലെ തന്നെ കാർഡ് ഡിസ്കൗണ്ട് സംഭവത്തിലൊക്കെ ഓൾമോസ്റ്റ് 62-63 രൂപയ്ക്ക് നമുക്ക് iPhone 15 ബേസ് വേരിയന്റ് കിട്ടും. അപ്പോൾ മച്ചേനാണെങ്കിൽ 50 രൂപ 52 രൂപ 51 രൂപയ്ക്കാണ് പ്രൈസ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 to 15 ആണ് ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 15 എടുക്കാൻ മതി എന്ന് പറയുന്നത് കേട്ടോ. കാരണം അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ കുറേ കമന്റ്സ് ആയി നമ്മുടെ മെയിൻ ചാനലൊക്കെ വരുന്നു, iPhone 15 എടുക്കണോ 13 എടുക്കണോ 14 എടുക്കണോ എന്ന് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടാൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും സംശയങ്ങളിലേക്ക് കമന്റ് ചെയ്താൽ മതി, നമ്മൾ എല്ലാ കമന്റും കൊടുക്കുന്നതാണ്. നമ്മുടെ 2 മെയിൻ ചാനൽസും ഓണത്തിൽ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത